ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ദിനവും നമുക്ക് ആരംഭിക്കാം സൂപ്പർ നോട്ട്സിലൂടെ. PSC മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ടെൻസ് എന്ന് പറയുന്നത്. ടെൻസ് എന്ന ഭാഗത്തിൽ സിമ്പിൾ പാസ്റ്റ് അഥവാ V2 എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ ദിനം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം PSC മത്സര പരീക്ഷകളിൽ ടെൻസ് എന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ പ്രാധാന്യം. ഇന്നത്തെ ദിവസം സിമ്പിൾ പാസ്റ്റ് അഥവാ V2 എന്ന ഭാഗം എങ്ങനെ നമുക്ക് വളരെ ഈസിയായി പഠിക്കാമെന്നും ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് എങ്ങനെ നമുക്ക് വളരെ വേഗത്തിൽ ഉത്തരത്തിലെത്താമെന്നുള്ളതും ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് സിമ്പിൾ പാസ്റ്റ് അഥവാ V2? ഈ ഒരു ഭാഗം പഠിക്കുന്നതിന് മുമ്പ് V2 എന്ന വെർബിനെ കുറിച്ച് അഥവാ വെർബിൻ്റെ രണ്ടാമത്തെ രൂപത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ ഒരു ഭാഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താനും സാധിക്കും. നോക്കുക, എന്താണ് V2വിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യം? ആദ്യം ഓർക്കണം, V2 അഥവാ സിമ്പിൾ പാസ്റ്റ് എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തേണ്ട കാര്യം V2വിന് ഹെൽപ്പിംഗ് വെർബ് വേണ്ട എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്ന കാലഘട്ടത്തിലെല്ലാം പല ടോപ്പിക്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹെൽപ്പിംഗ് വെർബ് അഥവാ ഓക്സിലറി വെർബ്. പല വെർബുകൾക്കൊപ്പവും നമ്മൾ ഹെൽപ്പിംഗ് വെർബ് യൂസ് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഓർക്കണം, V2 എന്ന വെർബ് ഉപയോഗിക്കുമ്പോൾ അഥവാ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്കവിടെ ഹെൽപ്പിംഗ് വെർബിൻ്റെ ആവശ്യമില്ല. രണ്ടാമത് ഓർക്കേണ്ട കാര്യം, V2 എന്ന വെർബ് എസ്സിൽ അവസാനിക്കാറില്ല. അവസാനിക്കും ഒരേ ഒരു വെർബ് മാത്രം, വാസ് മാത്രം. ഓർക്കണം, വാസ് എന്ന വെർബ് എസ്സിൽ അവസാനിക്കും, അത് V2 ആണ്. ഓക്കെ, വാസ് V2 ആണ്. എന്നാൽ ഈ വാസിനെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു V2വും എസ്സിൽ അവസാനിക്കാറില്ല. അപ്പോൾ എസ് എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന V2 ഫോമിലുള്ള ഏക വെർബ് എന്ന് പറയുന്നത് വാസാണ്. വാസിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഓർക്കണം, മറ്റൊരു V2വും എന്തിൽ അവസാനിക്കില്ല? എസ്സിൽ അവസാനിക്കില്ല. അപ്പോൾ V2 അഥവാ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ V2വിന് ഹെൽപ്പിംഗ് വെർബിൻ്റെ ആവശ്യമില്ല. രണ്ട്, V2 ഒരിക്കലും എസ്സിൽ അവസാനിക്കില്ല. മൂന്നാമത്തെ പോയിന്റ് കൂടി ഓർത്തു വച്ചേക്കണം, V2വിനെ നമുക്ക് ING രൂപത്തിലേക്ക് മാറ്റാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, വെർബുകൾക്ക് പല തരത്തിലുള്ള രൂപങ്ങളുണ്ട്. അതിലൊരു രൂപമാണ് ING രൂപം. റീഡിങ്, വാക്കിങ്, ജമ്പിങ്, റണ്ണിങ്, പ്ലേയിങ്, ഇങ്ങനെ നമ്മൾ പല തരത്തിൽ ING ഫോം ഉപയോഗിക്കാറുണ്ട്. പല വെർബുകളുടെയും ING നിങ്ങൾ കണ്ട് പരിചയമുള്ളവരാണ്. V2വിനെ നമുക്കൊരിക്കലും ING രൂപത്തിലേക്ക് മാറ്റാൻ കഴിയില്ല. V2 അഥവാ സിമ്പിൾ പാസ്റ്റ് എന്ന വെർബിനെ കുറിച്ച് നമ്മൾ പഠിച്ച അടിസ്ഥാനപരമായ 3 കാര്യങ്ങൾ മറന്നു പോകരുത്. ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. V2 എന്ന് കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട 3 കാര്യങ്ങളാണ് പറഞ്ഞത്. V2വിന് ഹെൽപ്പിംഗ് വെർബിൻ്റെ ആവശ്യമില്ല. 2, V2 ഒരിക്കലും എസ്സിൽ അവസാനിക്കില്ല. V2വിനെ നമുക്ക് ING രൂപത്തിലേക്ക് മാറ്റാൻ കഴിയില്ല. ഈ 3 കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വച്ചതിന് ശേഷം മാത്രമേ നമ്മൾ V2വിൻ്റെ ഉപയോഗം പഠിക്കാൻ പാടുള്ളൂ. അപ്പോൾ V2വിനെ കുറിച്ചുള്ള 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കാണും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു V2 എന്ന വെർബിൻ്റെ ഉപയോഗത്തിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ, V2വിന് ഹെൽപ്പിംഗ് വെർബിൻ്റെ ആവശ്യമില്ല. ഇംഗ്ലീഷ് പഠിക്കുന്ന ഏതൊരു പഠിതാവിനെ സംബന്ധിച്ചും ഹെൽപ്പിംഗ് വെർബിനെ കുറിച്ചുള്ള അറിവ് അത്യാവശ്യമാണ്. ഇംഗ്ലീഷിൽ 24 ഹെൽപ്പിംഗ് വെർബുകളാണുള്ളത്. ഇംഗ്ലീഷിൽ 24 ഹെൽപ്പിംഗ് വെർബുകളാണുള്ളത്. ആ 24 ഹെൽപ്പിംഗ് വെർബിനെയും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നു. ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഓക്സിലറി വെർബ് അഥവാ ഹെൽപ്പിംഗ് വെർബിനെ കുറിച്ചാണ് പറയുന്നത്. ഹെൽപ്പിംഗ് വെർബ് 24 എണ്ണമുണ്ട്. അതിൽ ആദ്യ സെറ്റായിട്ട് നമ്മൾ 11 പേരെ കുറിച്ച് പഠിക്കുന്നു. ആം, ഈസ്, ആർ,
വാസ് വേർ, ഹാസ് ഹാവ് ഹാഡ്, ഡു ഡസ് ഡിഡ്. എനിക്കൊപ്പം നിങ്ങൾ ഇത് പറഞ്ഞു വരിക. ഞാൻ പറഞ്ഞു തീരുമ്പോൾ നിങ്ങൾ ഇത് പഠിച്ചു കഴിയണം. ആം, ഈസ്, ആർ, വാസ് വെയർ, ഹാസ് ഹാവ് ഹാഡ്, ഡു ഡസ് ഡിഡ്. ഇങ്ങനെ 11 ഓക്സിലറി വെർബുകൾ അഥവാ 11 ഹെൽപ്പിംഗ് വെർബുകൾ. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഒന്നുകൂടി പറയുന്നു. വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, യൂസ്ഡ് ടു, ഓട്ട് ടു, മസ്റ്റ്, നീഡ്, ഡെയർ. ഇങ്ങനെ 13. അങ്ങനെ ആദ്യ ഘട്ടത്തിലെ 11 രണ്ടാം ഘട്ടത്തിലെ 13 കൂടി ചേർത്ത് 24 ഹെൽപ്പിംഗ് വെർബുകളാണുള്ളത്. ഈ ഹെൽപ്പിംഗ് വെർബ് ആർക്ക് വേണ്ട? V2വിന് വേണ്ട. മനസ്സിലാക്കുക, V2വിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ് അല്ലേ ഇത്. V2വിന് ഹെൽപ്പിംഗ് വെർബിന്റെ ആവശ്യമില്ല. എന്ന് വച്ചാൽ 24 ഹെൽപ്പിംഗ് വെർബാണ് ഇംഗ്ലീഷിലുള്ളത്. ഇതിൽ ഒരു വെർബിന്റെ ആവശ്യവും ആർക്കില്ല? V2വിനില്ല. ആം വേണ്ട, ഈസ് വേണ്ട, ആറ് വേണ്ട, വാസും വേറും ഹാസും ഹാവും ഡൂവും ഡസും ഡിഡും ഒന്നും ആർക്ക് വേണ്ട? V2വിന് വേണ്ട. മാത്രമല്ല വിൽ, വുഡ് വേണ്ട, ഷാൾ, ഷുഡ് വേണ്ട, ക്യാൻ, കുഡ് വേണ്ട, മേ, മൈറ്റ് വേണ്ട, മസ്റ്റ് വേണ്ട, നീഡ് വേണ്ട, ഡെയർ വേണ്ട, യൂസ്ഡ് ടു വേണ്ട, ഓട്ട് ടു വേണ്ട. ഇതൊന്നും ആർക്ക് വേണ്ട? V2വിന് വേണ്ട. 24 ഓക്സിലറി വെർബിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോ മനസ്സിൽ കിട്ടിക്കാണും. ഇവരുടെ ആരുടെ സഹായവും V2വിന് ആവശ്യമില്ല. V2വിന്റെ ഉപയോഗത്തിലേക്ക് പോകുന്നു. ഇവിടെ നമുക്ക് ഒരൊറ്റ ഉപയോഗം പഠിച്ചാൽ മതി. PSC മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ഇതറിയണം. V2 അഥവാ സിമ്പിൾ പാസ്റ്റിന്റെ ഒരൊറ്റ ഉപയോഗം നിങ്ങൾ മറന്നു പോകരുത്. എന്തൊക്കെ മറന്നാലും ഇത് മറക്കരുത്. ഇത് ഉപയോഗിക്കുന്നത് പാസ്റ്റില് പൂർത്തിയായ പ്രവൃത്തികളെ കുറിച്ച് പറയാൻ. ഇന്നലകളിൽ, പാസ്റ്റിൽ, പണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. പണ്ട് കാലത്ത് പൂർത്തിയായ കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കേണ്ട വെർബാണ് V2 അഥവാ സിമ്പിൾ പാസ്റ്റ്. ടെൻസ് പ്രകാരം പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയും. വെർബ് പ്രകാരം പറയുമ്പോൾ V2 എന്ന് പറയും. ടെൻസിന്റെ പേര് കേട്ടൊന്നും ആരും പേടിക്കണ്ട. നിങ്ങൾ ഇത് മാത്രം ഓർത്താൽ മതി. V2 എന്ന് പഠിച്ചാൽ മതി. V2 ഉപയോഗിക്കുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ ഒരു GK പഠിക്കും പോലെ നിങ്ങൾ പഠിച്ചു വച്ചോളുക. V2വിന്റെ ഉപയോഗം എന്തെന്ന് ചോദിച്ചാൽ പണ്ട് നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നു. PSC പരീക്ഷകളിൽ ചോദ്യം കിട്ടുമ്പോൾ അവിടെ നമുക്ക് ഉത്തരം എഴുതാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കീവേഡ്സ് ഉണ്ട്. കീവേഡ് എന്ന് കേട്ടാൽ പേടിക്കണ്ട. നമ്മളെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് നയിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ സഹായിയായി നമ്മുടെ കൂടെ നിൽക്കുന്ന ചില വാക്കുകൾ. ഈ വാക്കുകളിലൂടെ തന്നെ നമുക്ക് ഒരു സെന്റൻസിൽ V2 വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റും. നോക്കുക, V2 എന്ന വെർബിന്റെ കീവേഡ്സ് ആണ് പറയാൻ പോകുന്നത്. നോക്കുക, ഫസ്റ്റ് വൺ, എഗോ. നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങളൊരു ചോദ്യ പേപ്പറിൽ എഗോ എന്ന് കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, എഗോ വരുന്ന സെന്റൻസിലെ വെർബ് V2 ആയിരിക്കണം. V2വിനെ കുറിച്ച് അറിയാലോ. ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്ത, എസ്സിൽ അവസാനിക്കാത്ത, ING രൂപത്തിലേക്ക് മാറ്റാൻ കഴിയാത്ത വെർബുകളാണ് V2 ആയി നമ്മൾ പരിഗണിക്കേണ്ടത്. ഒരു സെന്റൻസിനകത്ത് എഗോ എന്ന് കണ്ടാലും, ഒരു സെന്റൻസിനകത്ത് യെസ്റ്റർഡേ എന്ന് കണ്ടാലും, ഒരു സെന്റൻസിനകത്ത് ലാസ്റ്റ് ഡേ എന്ന് കണ്ടാലും, ഒരു സെന്റൻസിനകത്ത് ലാസ്റ്റ് വീക്ക് എന്ന് കണ്ടാലും, ഒരു സെന്റൻസിനുള്ളിൽ ലാസ്റ്റ് മന്ത് എന്ന് കണ്ടാലും, ഒരു സെന്റൻസിൽ ലാസ്റ്റ് ഇയർ എന്ന് കണ്ടാലും നിങ്ങൾ ഓർത്തു വച്ചേക്കുക, അവിടെ ഉപയോഗിക്കേണ്ട വെർബ് V2 ആയിരിക്കണം. V2 മറന്നു പോകരുത്. അപ്പോ ഒരു സെന്റൻസിനുള്ളിൽ എഗോ എന്നോ, യെസ്റ്റർഡേ എന്നോ, ലാസ്റ്റ് ഡേ എന്നോ, ലാസ്റ്റ് വീക്ക് എന്നോ, ലാസ്റ്റ് മന്ത് എന്നോ, ലാസ്റ്റ് ഇയർ എന്നോ കണ്ടാൽ ആ സെന്റൻസിൽ വെർബിന്റെ രണ്ടാമത്തെ രൂപം വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. അവിടെ V2 അല്ലാതെ മറ്റൊരു വെർബ് ഉപയോഗിക്കരുത്. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ സെറ്റ് കീവേഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഓർക്കുക, ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഒരു സെന്റൻസിനുള്ളിൽ ഇങ്ങനെ കണ്ടാൽ ഇറ്റ് ഈസ് ടൈം എന്നോ, ഇറ്റ് ഈസ് ഹൈ ടൈം എന്നോ, ഇറ്റ് ഈസ് എബൌട്ട് ടൈം എന്നോ കണ്ടാൽ ആ സെന്റൻസിൽ നിങ്ങൾ വെർബായി V2 ഉപയോഗിക്കണം. അവസാനത്തെ പദത്തിലേക്ക് വരുന്നു. നോക്കുക,
ഇൻ പ്ലസ് ഇയർ ഇൻ ദ പാസ്റ്റ് എന്ന് വച്ചാൽ ഒരു സെന്റൻസിൽ ഇൻ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞു പോയ ഒരു വർഷം നിങ്ങൾ കണ്ടാൽ, ഉദാഹരണം പറഞ്ഞാൽ ഇൻ 2023 നോക്കുക, ഇൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോയൊരു വർഷം. ഒരു സെന്റൻസിൽ ഇൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോയൊരു വർഷം കണ്ടാൽ മനസ്സിലാക്കണം പണ്ട് നടന്ന കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ V2 അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വെർബിന്റെ രണ്ടാമത്തെ രൂപം ഉപയോഗിക്കണം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയുന്നു. V2വിന്റെ ഉപയോഗം പാസ്റ്റില് അല്ലെങ്കിൽ പണ്ട് പൂർത്തിയായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നു. V2 എഴുതാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കീവേഡുകൾ ആരെല്ലാം ഓർക്കണം. ഒന്ന് എഗോ, യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഇൻ പ്ലസ് ഇയർ ഇൻ ദ പാസ്റ്റ്. ഇങ്ങനെ ഒരു സെന്റൻസിൽ ഇത്തരത്തിലുള്ള കീവേഡുകൾ കാണുമ്പോൾ മനസ്സിലാക്കണം അവിടെ ഉപയോഗിക്കേണ്ട വെർബ് V2 ആയിരിക്കണം. ഇത്രയും മനസ്സിൽ പതിഞ്ഞെങ്കിൽ ഞാനിനി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. ഈ V2 ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് വാസ് വെയർ പ്ലസ് V3യും ഉപയോഗിക്കാം. V2വിന്റെ ഒരു പകരക്കാരനാണ് വാസ് വെയർ പ്ലസ് V3. ഓക്കെ, നോക്കുക, V2വിന്റെ പകരക്കാരനാണ് വാസ് വെയർ പ്ലസ് V3. ഇത് എപ്പോഴാണ് നമ്മൾ ഈ പകരക്കാരനെ ഉപയോഗിക്കേണ്ടതെന്നും ഞാൻ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ ഇപ്പോ മനസ്സിലാക്കിക്കോളണം ഇവിടെ പറഞ്ഞ കാര്യം. ഒരു സെന്റൻസിൽ എഗോ എന്ന് കാണുന്നു. നോർമലി നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഉത്തരം V2 ആണ്. എന്നാൽ അതേ സ്ഥലത്ത് വാസ് വെയർ പ്ലസ് V3യും ഉത്തരമായി വരാൻ സാധ്യതയുണ്ട്. അതെപ്പോഴാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരും. ഇനി നോക്കുക, ഒരു സെന്റൻസിൽ യെസ്റ്റർഡേ എന്ന് കാണുന്നു. V2 ആണ് വെർബായി സാധാരണ ഉപയോഗിക്കുന്നത്. എന്നാൽ V2വിന് പകരം ആരും വരാൻ സാധ്യതയുണ്ട്. വാസ് വെയർ പ്ലസ് V3യും ഉത്തരമായി വരാൻ സാധ്യതയുണ്ട്. അപ്പോ നമ്മൾ ഈ പറഞ്ഞ കീവേഡുകൾ V2വിന്റെ കീവേഡുകളായി നമ്മൾ പറഞ്ഞത് ആരെയൊക്കെ കുറിച്ചാ? എഗോയുണ്ട്, യെസ്റ്റർഡേ ഉണ്ട്, ലാസ്റ്റ് ഡേ ഉണ്ട്, ലാസ്റ്റ് വീക്ക് ഉണ്ട്, ലാസ്റ്റ് മന്ത് ഉണ്ട്, ലാസ്റ്റ് ഇയർ ഉണ്ട്. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഇൻ പ്ലസ് ഇയർ ഇൻ ദ പാസ്റ്റ്. ഇത്തരം സന്ദർഭങ്ങളിൽ 99% നമ്മൾ ഉപയോഗിക്കുന്ന ഉത്തരം V2 ആയിരിക്കണം. എന്നാൽ ആ V2വിന്റെ പകരക്കാരനായി വാസ് വെയർ പ്ലസ് V3യും ഉത്തരമായി വരാം. അതെപ്പോഴെന്ന് പറഞ്ഞു തരും. ഓക്കെ, അപ്പോ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് ടെൻസ് എന്ന ടോപ്പിക്കിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയായ സിമ്പിൾ പാസ്റ്റ് അഥവാ V2വിനെ കുറിച്ചാണ്. V2വിനെ കുറിച്ച് പറഞ്ഞ 3 കാര്യങ്ങൾ, അതിന്റെ അടിസ്ഥാന വസ്തുത നിങ്ങളുടെ മനസ്സിലുണ്ടാവും. V2വിന് ഹെൽപ്പിംഗ് വെർബിന്റെ ആവശ്യം ഇല്ല. V2 യെസ്സിൽ അവസാനിക്കില്ല. അപ്പോഴും ഓർക്കണം, ഒരാൾ അവസാനിക്കും, വാസ് മാത്രം. അതിനെ നമ്മളങ്ങ് മാറ്റി വെച്ചേക്കുക. V2വിനോടൊപ്പം നമുക്ക് ING ചേർക്കാൻ കഴിയില്ല. ഈ 3 അടിസ്ഥാന വസ്തുതകൾ മനസ്സിലാക്കണം. എന്നിട്ട് V2വിന്റെ ഉപയോഗം നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ V2വിന്റെ കീവേഡ് പഠിച്ചു. V2വിന്റെ പകരക്കാരനായി വാസ് വെയർ പ്ലസ് V3യും വരാം എന്നും പഠിച്ചു. ഇനി നമുക്ക് കേരള PSCയുടെ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളൊരു ചോദ്യത്തിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് ചോദ്യങ്ങളിലൂടെ തന്നെ പരിശോധിക്കാം. നോക്കുക, കേരള PSCയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മൈ ഗ്രാൻഡ് ഫാദർ ഡാഷ് 10 years ago. ഈ ചോദ്യം വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഉത്തരത്തിലെത്താനുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടും. എന്താണ് ആ വഴി? ഇവിടെ ഒരു കീവേഡ് കാണാം. നമ്മളെ ശരി ഉത്തരത്തിലേക്ക് നയിക്കുന്നവനാണ് നമ്മുടെ കീവേഡ്. ഈ ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു കീവേഡ് മനസ്സിൽ കിട്ടും. ആ കീവേഡാണ് എഗോ എന്നുള്ളത്. ഓക്കെ, പഠിച്ചതല്ലേ?
ഒരു സെന്റൻസിൽ എഗോ എന്ന് വരുമ്പോൾ രണ്ട് ഉത്തരം വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് V2 ആണ്, രണ്ടാമത്തേത് വാസ് വെയർ പ്ലസ് V3. നോക്കുക, ഇവര് രണ്ടുപേരും ഉത്തരമായി വരാനുള്ള സാധ്യതയുണ്ട്. പരീക്ഷകളിൽ നെഗറ്റീവ് മാർക്ക് വരാതിരിക്കാനാണ് ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദ്യത്തിൽ എഗോ കണ്ടു, അറിയാം ഉത്തരമായി രണ്ടു പേർ വരാനുള്ള സാധ്യതയുണ്ട്. ഒരാൾ V2 ആണ്, ഒരാൾ വാസ് വെയർ പ്ലസ് V3 ആണ്. ഇവിടെ 4 ഓപ്ഷനിലേക്ക് നിങ്ങൾ നോക്കുക. 4 ഓപ്ഷനിൽ നോക്കുമ്പോൾ വാസ് വെയർ പ്ലസ് V3 ഉണ്ടോ എന്ന് നോക്കണം. വാസ് വെയർ പ്ലസ് V3, വാസോ വേറോ കഴിഞ്ഞ് വെർബിന്റെ തേർഡ് ഫോം വരുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. വാസ് വെയർ പ്ലസ് V3 ഓപ്ഷനിലില്ല. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഇവിടെ ഉത്തരമായി വരാൻ സാധ്യത ആര് മാത്രം? V2 മാത്രം. ഇനി 4 ഓപ്ഷൻസ് ഉണ്ട്, ഇതിൽ നിന്ന് V2 കണ്ടെത്തണം. എന്താ V2 കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ച ഫാക്ട് എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക. V2 കുറിച്ച് നമ്മൾ ആദ്യം പഠിച്ചത് എന്താ? V2 ഹെൽപ്പിംഗ് വെർബിന്റെ ആവശ്യമില്ല. V2 ഹെൽപ്പിംഗ് വെർബ് ഇല്ലാതെയായിരിക്കും ഒരു സെന്റൻസിൽ കാണുക. ഇവിടെ നോക്കുക, ഓപ്ഷൻ എ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ? ഉണ്ട്, ഹാഡ്, നമുക്ക് ഉത്തരമല്ല. സിയിലും ഡിയിലും ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്. നമുക്കറിയാം V2 ആണ് വേണ്ടതെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്തത് മതി. ആ 24 ഓക്സിലറി വെർബ് ഇല്ലാത്തത് മതി. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ അറിയാം, എയിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്, സിയിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്, ഡിയിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്. ഇവരൊന്നും അല്ല ഉത്തരം. നമുക്ക് കിട്ടി ഓക്സിലറി വെർബ് ഇല്ലാതെ നിൽക്കുന്ന ഏക ഉത്തരം, ഏക ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആണ്, ഡൈഡ്. സിമ്പിൾ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം നോക്കുക. ചോദ്യം വളരെ വേഗം നോക്കുക. വളരെ വേഗം, വളരെ വേഗം, വളരെ വേഗം, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരത്തിൽ എത്താൻ പറ്റും. തൊട്ടു മുന്നേ കണ്ടതുപോലെ, തൊട്ടു മുന്നിലത്തെ ചോദ്യത്തിലുള്ളതുപോലെ അതേ ഒരു കീവേഡ് ഇവിടെയും നമ്മളെ സഹായിക്കും. ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും എഗോ എന്ന കീവേഡ്. ഓക്കെ, നിങ്ങൾക്കറിയാം രണ്ട് കാര്യങ്ങൾ മനസ്സിലൂടെ കടത്തിവിടുക. എഗോ എന്ന കീവേഡ് ഒരു സെന്റൻസിൽ കണ്ടാൽ രണ്ടുത്തരത്തിനുള്ള സാധ്യതയുണ്ട്. ഒന്ന് V2 ആണ്, ഒന്ന് വാസ് വെയർ പ്ലസ് V3 ആണ്. ഇവിടെ നോക്കുക, 4 ഓപ്ഷനിൽ വാസ് വെയർ പ്ലസ് V3 ഉണ്ടോ? ഓപ്ഷനിൽ വാസ് വെയർ പ്ലസ് V3 ഇല്ല. വാസോ വേറോ കഴിഞ്ഞ് V3 വരുന്ന ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോഴും നമുക്കിവിടെ ഉറപ്പിക്കാം ഇവിടെ വേണ്ടത് V2 ആണ്. നിങ്ങളൊന്ന് നോക്കിയ ചോദ്യം, ഒരേ പാറ്റേണിൽ മറ്റൊരു ചോദ്യം നമ്മൾ കാണുന്നു. 4 ഓപ്ഷൻസ്, 3 എണ്ണത്തിൽ ആരുണ്ട്? ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്, ഹാസ് ഉണ്ട്, ഹാഡ് ഉണ്ട്, വുഡ് ഉണ്ട്. നമുക്കറിയാം V2 ആണ് വേണ്ടതെങ്കിൽ മക്കളെ ഒറ്റ കാര്യം, ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്തത് എടുത്താൽ മതി. അവിടെ ഒരൊറ്റ ആളേ ഉള്ളൂ. ആര് മാത്രം? ഓപ്ഷൻ ഡി മാത്രം. ആൻസർ കിട്ടി, ഓപ്ഷൻ ഡി കെയും. ഓക്കെ, നോക്കുക, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഷീ ഡാഷ് ഹിയർ യെസ്റ്റർഡേ. ഷീ ഡാഷ് ഹിയർ യെസ്റ്റർഡേ. നോക്കിയേ, വളരെ വേഗം, വളരെ വേഗം ഉത്തരത്തിലെത്താം. ചോദ്യം നോക്കുന്നു. ചോദ്യത്തിൽ ഒരു കീവേഡ് നിങ്ങൾ കാണുന്നു. ആ കീവേഡ് നമ്മളെ കൊണ്ട് ഉത്തരത്തിലേക്ക് എത്തിക്കും. ഇവിടെ കാണുന്ന കീവേഡ് യെസ്റ്റർഡേ. പഠിച്ചതല്ലേ? ഒരു സെന്റൻസിൽ എഗോ കണ്ടാലും, യെസ്റ്റർഡേ കണ്ടാലും, ലാസ്റ്റ് ഡേ കണ്ടാലും, ലാസ്റ്റ് വീക്ക് കണ്ടാലും, ലാസ്റ്റ് മന്ത് കണ്ടാലും, ലാസ്റ്റ് ഇയർ കണ്ടാലും, ഇറ്റ് ഈസ് ടൈം എന്നോ, ഇറ്റ് ഈസ് ഹൈ ടൈം എന്നോ, ഇറ്റ് ഈസ് എബൌട്ട് ടൈം എന്നോ കണ്ടാലും, ഇനി ഇത് മാത്രമല്ല, ഇൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോയൊരു വർഷം കണ്ടാലും നമ്മൾ എന്തെഴുതിയാ മതി? V2 എഴുതാം. അതോടൊപ്പം അതിന്റെ പകരക്കാരനായ വാസ് വെയർ പ്ലസ് V3 എഴുതാം. ഇവിടെ നമ്മൾ കണ്ടു യെസ്റ്റർഡേ. രണ്ടുത്തരത്തിനുള്ള സാധ്യത, ഒന്ന് V2, ഒന്ന് വാസ് വെയർ പ്ലസ് V3. ഓക്കെ, ഒന്ന് നോക്കിയേ, ഓപ്ഷനിൽ വാസ് വെയർ പ്ലസ് V3 ഉണ്ടോ? ഓപ്ഷനിൽ അങ്ങനെ ഒരു സാധനമില്ല. വാസോ വേറോ കഴിഞ്ഞ് V3 വരുന്ന ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ അതിലേക്ക് പോവുകയും വേണ്ട. ഇനി നമുക്ക് ഉറപ്പിക്കാം ഈ ചോദ്യത്തിന്റെ ഉത്തരം V2 ആണ് എന്നുറപ്പിക്കാം. 4 ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. 4 ഓപ്ഷനിൽ നിന്നും V2 തിരിച്ചറിയണം. V2 എങ്ങനെ തിരിച്ചറിയും? അറിയാം, ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്തവനാണ് V2. അപ്പൊ ഇതിനകത്ത് ആരുടെയൊക്കെ കൂടെ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെന്ന് നോക്കണം. നോക്കുമ്പോൾ അറിയാം ഇവിടെ 2 പേരോടൊപ്പം ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്. ആ 2 അല്ല നമ്മുടെ ഉത്തരം. ഇനി ബാക്കി 2 പേര്, ആ 2 പേർക്കും ഹെൽപ്പിംഗ് വെർബ് ഇല്ല.
അപ്പൊ V2വിനെ കുറിച്ച് നമ്മൾ പഠിച്ച നമ്മുടെ നിയമം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. V2വിനെ കുറിച്ച് എന്താ 3 പോയിന്റ് പഠിച്ചത്? ഒന്നാമത്തെ പോയിന്റ്, V2വിന് ഹെൽപ്പിംഗ് വെർബ് ഇല്ല. രണ്ടാമത് പഠിച്ചു V2 എസ്സിൽ അവസാനിക്കില്ല. ഇവിടെ ഒരാള് എസ്സിൽ അവസാനിച്ചിരിക്കുന്നു. V2 എസ്സിൽ അവസാനിക്കില്ല എന്നാണ് പഠിച്ചത്. അപ്പോ ഇവിടെ നമുക്ക് ഉറപ്പിക്കാമല്ലോ, ഇവിടെ എസ്സിൽ അവസാനിച്ചിരിക്കുന്ന ഒരാളുണ്ട്, അത് V2 അല്ല. ഓക്കെ, V2 ഒരിക്കലും എസ്സിൽ അവസാനിക്കില്ല. ഇവിടെ എസ്സിൽ അവസാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഉറപ്പിക്കാം കംസന്തല്ല, V2 അല്ല. ഇനി ഇല്ലല്ലോ വെട്ടാൻ, ഇവിടെയും ഉറപ്പിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി കെയും. നമ്മൾ ആ V2വിനെ കുറിച്ച് പഠിച്ച 3 ബേസിക് കാര്യങ്ങൾ എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഏതൊരു ചോദ്യത്തിന്റെയും ഉത്തരത്തിൽ കൃത്യമായി എത്താൻ സാധിക്കും. ദേ നോക്കുക, അടുത്ത ചോദ്യം. ജോയ് തോമസ് ഡാഷ് ദ മാരത്തോൺ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 2009. ചോദ്യം കണ്ട മാത്രയിൽ ഒറ്റ നോട്ടത്തിൽ ഇവിടെ ഏത് വെർബ് അപ്ലൈ ചെയ്യണം എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഇൻ 2009 എന്ന് കാണാം. ഇൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോയൊരു വർഷം. നമ്മൾ ഈ നിൽക്കുന്ന വർഷം ഏതെന്ന് നിങ്ങൾക്കറിയാം. 2009 എന്നേ കഴിഞ്ഞു പോയതാണ്. ഇങ്ങനെ കഴിഞ്ഞു പോയ ഒരു വർഷവും അതിനു മുമ്പൊരു ഇന്നും. ഇൻ കഴിഞ്ഞു പോയൊരു വർഷം. ഉറപ്പിക്കാം, അവിടെ V2 മതി. V2വിന് ഒരു പകരക്കാരനുണ്ട്, വാസ് വെയർ പ്ലസ് V3. പക്ഷെ ഇവിടെ വാസോ വേറോ കഴിഞ്ഞ് V3 വരുന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോഴും നമുക്കറിയാം ഇവിടെയും ഉത്തരം ആര് തന്നെ ആയിരിക്കണം? V2 തന്നെ ആയിരിക്കണം. ഈ ചോദ്യത്തിന്റെ ഉത്തരം V2 ആയിരിക്കണം. V2 എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്കറിയാം, ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്തവനാണ് V2. അപ്പൊ ഇതിനകത്ത് എത്ര ഹെൽപ്പിംഗ് വെർബ് വരുന്ന ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. എയും ഉണ്ട്, ഡിയും ഉണ്ട്. 2 ഓപ്ഷനുകളിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്. ഈ 2 എണ്ണത്തിനെയും നമുക്ക് വേണ്ട, ഇവർ നമ്മുടെ ഉത്തരമല്ല. ഇനി ബാക്കി 2 പേരുണ്ട്. ഈ 2 പേരിൽ നിന്ന് V2വിനെ നമുക്ക് തിരഞ്ഞെടുക്കണം. എങ്ങനെ എടുക്കും? നമ്മൾ രണ്ടാമത്തെ ഫാക്റ്റിലേക്ക് പോകുന്നു. V2 എസ്സിൽ അവസാനിക്കില്ല. ഇവിടെ ഒരാൾ എസ്സിൽ അവസാനിച്ചിരിക്കുന്നു, അപ്പൊ അത് V2 അല്ല. ഇവിടെയും നമുക്ക് ഉറപ്പിക്കാം ഉത്തരം ഇനി അവശേഷിക്കുന്ന ഓപ്ഷൻ ബി റാൻ ആണ് ആൻസർ എന്ന് ഉറപ്പിക്കാം. സെറ്റ് അല്ലേടാ? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നോക്കുക. ഹി ഡാഷ് ഫ്രം പാരീസ് ലാസ്റ്റ് വീക്ക്. ഹി ഡാഷ് ഫ്രം പാരീസ് ലാസ്റ്റ് വീക്ക്. ഇവിടെ നമുക്കൊരു കീവേഡ് കിട്ടും. ലാസ്റ്റ് വീക്ക് പഠിച്ചതല്ലേ? എഗോ, യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം, ഇൻ പ്ലസ് ഇയർ, ഇൻ ദ പാസ്റ്റ്. ഈ സാഹചര്യങ്ങളിലെല്ലാം 99% ഉത്തരം V2 ആയിരിക്കും. 1% മാത്രം ഇതിന്റെ പകരക്കാരനായ വാസ് വെയർ പ്ലസ് V3 വരാം. അതെപ്പോഴെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, പറഞ്ഞു തരും. ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. ഇവിടെ ലാസ്റ്റ് വീക്ക് കണ്ടു. നമുക്കറിയാം ഉത്തരം ഒന്നുകിൽ V2 വരണം, അല്ലെങ്കിൽ വാസ് വെയർ പ്ലസ് V3 വരണം. ഓപ്ഷനിൽ വാസോ വേറോ കഴിഞ്ഞ് V3 വരുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം ഇവിടെയും ആര് മതി? V2 മതി. നേരത്തെ പറഞ്ഞല്ലോ 99% V2 തന്നെയായിരിക്കും വരിക. ഇവിടെ വാസ് വെയർ പ്ലസ് V3 ഓപ്ഷനിലേ ഇല്ല. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട, പരിഗണിക്കേ വേണ്ട. V2വിനെ കുറിച്ച് എന്തറിയാം? ആദ്യ ഫാക്ട്, V2വിന് ഹെൽപ്പിംഗ് വെർബ് വേണ്ട. ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ സിയിലും ഓപ്ഷൻ ഡിയിലും ഹെൽപ്പിംഗ് വെർബ് ഉള്ളത് കാരണം. ഓക്കെ, ഓപ്ഷൻ ബിയിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്, ഓപ്ഷൻ സിയിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്, ഓപ്ഷൻ ഡിയിലും ഉണ്ട് ഹെൽപ്പിംഗ് വെർബ്. ഈ 3 എണ്ണത്തിനെയും നമ്മൾ വെട്ടി അങ്ങ് തീർക്കും. ഇനി ബാക്കി ഒരെണ്ണം മാത്രം, ഓപ്ഷൻ എ നമ്മുടെ ആൻസർ ആയി കിട്ടും. സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേടാ? നിങ്ങൾക്കും വളരെ വേഗം ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്നറിയാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നോക്കുക. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. കേരള PSCയുടെ മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. 4 സെന്റൻസ് തന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് ശരി ഉത്തരം അല്ലെങ്കിൽ ശരിയായ സെന്റൻസിനെ നമ്മൾ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തും നമ്മൾ ഇതിന്റെ ആൻസർ? വളരെ വേഗം കണ്ടെത്താം. കാരണം ഇതിന്റെ ഉത്തരത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു കീവേഡ് ഉണ്ട്. ആ കീവേഡ് 4 സെന്റൻസുകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് മന്ത്,
പഠിച്ചതല്ലേ? ഒരു സെന്റൻസിൽ എഗോ കണ്ടാലും യെസ്റ്റർഡേ കണ്ടാലും ലാസ്റ്റ് ഡേ കണ്ടാലും ലാസ്റ്റ് വീക്ക് കണ്ടാലും ലാസ്റ്റ് മന്ത് കണ്ടാലും ലാസ്റ്റ് ഇയർ കണ്ടാലും ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം, ഇവരിൽ ആരെ കണ്ടാലും നമുക്ക് അറിയാം അവിടെ ഒന്നുകിൽ V2 വരണം അല്ലെങ്കിൽ വാസ് വേർ പ്ലസ് V3 വരണം. നോക്കുക, ഇവിടെ വാസോ വേറോ കഴിഞ്ഞ് V3 വരുന്ന ഓപ്ഷൻ ഉണ്ടോ? വാസോ വേറോ കഴിഞ്ഞ് V3 വരുന്ന ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. ഇവിടെ ഒരു വേറുണ്ട്, പക്ഷെ അത് കഴിഞ്ഞ് തന്നിരിക്കുന്നത് V3 അല്ല, ING ആണ്. നമുക്ക് വേണ്ടത് ഒന്നുകിൽ V2 വരണം അല്ലെങ്കിൽ വാസോ വേറോ കഴിഞ്ഞ് ING പാടില്ല, V3 തന്നെ വരണം. വാസോ വേറോ കഴിഞ്ഞ് ING അല്ല വേണ്ടത്, V3 ആണ് വേണ്ടത്. അപ്പോ ഇതല്ല ഉത്തരമെന്നറിയാം. ഇനി ബാക്കി 3 ഓപ്ഷൻസ് നോക്കുക. ഇവിടെ ഉറപ്പിക്കാൻ നമുക്ക് വേണ്ടത് V2 ആണ്. ലാസ്റ്റ് മന്ത് വരുമ്പോൾ V2 വരണം. എന്താ V2വിന്റെ പ്രത്യേകത? ഹെൽപ്പിംഗ് വെർബ് വേണ്ട. ബാക്കിയുള്ള ഓപ്ഷനുകൾ നോക്കുക. എ ഓപ്ഷനിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്, വിൽ വിസിറ്റ് എന്നാണ് തന്നേക്കുന്ന. ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്, 24 ഓക്സിലറി വെർബിൽ ഒരെണ്ണമാണ് വില്ല്, അത് വന്നിരിക്കുന്നു. അപ്പോൾ അതല്ല V2, ഓപ്ഷൻ എ അല്ല ഉത്തരം. ഇനി സിയും ഉണ്ട്, ഡിയും ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്കറിയാം ഇതിൽ ആരാണ് ആൻസർ എന്നുള്ളത്. സിയിലെ വെർബ് നോക്കിയേ, വിസിറ്റ്, അതിൻ്റെ കൂടെ ഹെൽപ്പിംഗ് വെർബില്ല. വിസിറ്റഡിൻ്റെ കൂടെയും ഹെൽപ്പിംഗ് വെർബില്ല. V2വിനെ എങ്ങനെ തിരിച്ചറിയും? എസ്സിൽ അവസാനിക്കില്ല. ഈ 2 പേരും എസ്സിൽ അവസാനിച്ചിട്ടില്ല. ഇനി V2വിനെ കുറിച്ച് ഒരു ഫാക്ട് കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്, ING രൂപത്തിലേക്ക് മാറ്റാൻ പറ്റില്ല. നോക്കണം, വിസിറ്റ്, ഇവിടെ വിസിറ്റിംഗ്, സെക്കൻഡ് ഓപ്ഷൻ നോക്കിയേ, വിസിറ്റിംഗ്. വിസിറ്റിനെ നമുക്ക് INGയിലേക്ക് മാറ്റാൻ പറ്റും. നമുക്കറിയാം V2 ആണ് ആവശ്യം. V2വിന്റെ പ്രത്യേകത എന്താ? INGയിലോട്ട് മാറ്റാൻ പറ്റൂല. ഈ തന്നിരിക്കുന്ന 2 ഓപ്ഷനിലെ വെർബ് വിസിറ്റും വിസിറ്റഡും ആണ്. ഇതിൽ ആരെ നമുക്ക് INGയിലേക്ക് മാറ്റാൻ പറ്റൂല? വിസിറ്റഡിനെ മാറ്റാൻ പറ്റൂല. അറിയാം നിങ്ങൾക്ക്, വിസിറ്റിനെ മാറ്റാം, വിസിറ്റിംഗ്. വിസിറ്റിനെ INGയിലോട്ട് മാറ്റാൻ പറ്റും, പക്ഷെ വിസിറ്റഡിനെ INGയിലേക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അറിയാം INGയിലേക്ക് മാറ്റാൻ പറ്റാത്തതാണ് V2 എന്ന് പറയുന്നത്. കിട്ടും ആൻസർ ഓപ്ഷൻ ഡി, 4ാമത്തെ ഓപ്ഷൻ. 4th ഓപ്ഷൻ കിട്ടും ആൻസർ. നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും എന്നറിയാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ഇറ്റ് ഈസ് ഹൈ ടൈം. ആ ഒറ്റ വാക്കിൽ നിന്ന് തന്നെ കിട്ടും, ഇറ്റ് ഈസ് ഹൈ ടൈം. ഇതെപ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല, ആ സമയം അതിക്രമിച്ചു എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം. നിങ്ങളോട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ പറയാറില്ലേ, ഒരു ജോലി കിട്ടേണ്ട സമയം കഴിഞ്ഞു നിനക്ക്. ഓക്കെ, ചിലപ്പോൾ പെൺകുട്ടികളോട് പറയും, നിന്നെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ട സമയം കഴിഞ്ഞു, പക്ഷേ അത് ചെയ്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോയി എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്നതാണ് ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് അബൌട്ട് ടൈം. പഠിച്ചതല്ലേ? ഇത് വരുമ്പോ എന്ത് വരണം? V2 വരണം. 4 ഓപ്ഷൻ ഉണ്ട്, ഇതിൽ നിന്ന് V2വിനെ കണ്ടെത്തണം. അറിയാം, V2 എന്ന് പറയുമ്പോൾ ഹെൽപ്പിംഗ് വെർബ് ഇല്ലാതെ ആയിരിക്കും വരിക. സിയും വെട്ടാം, ഡിയും വെട്ടാം, എയും ബിയും ഉണ്ട്. ഇനി V2വിന്റെ അടുത്ത പ്രത്യേകത അറിയാം, എസ്സിൽ അവസാനിക്കില്ല. ഇനി ബാക്കിയുള്ള 2 ഓപ്ഷനും എസ്സിൽ അവസാനിച്ചിട്ടില്ല. ഇനി V2വിന്റെ 3ാമത്തെ ഫാക്ട്, INGയിലേക്ക് മാറ്റാൻ പറ്റില്ല. ഇനി ഇരിക്കുന്ന 2 ഓപ്ഷനിൽ ആരെയാണ് INGയിലേക്ക് മാറ്റാൻ പറ്റാത്തതെന്ന് നോക്കിയാൽ മതി. ലീവിനെ ലീവിങ് എന്നാക്കാം, അപ്പൊ INGയിലേക്ക് മാറ്റാൻ പറ്റും. ആരെ? ഓപ്ഷൻ എ. പറ്റാത്തത് ഓപ്ഷൻ ബി. നമ്മൾ ലെഫ്റ്റിംഗ് എന്ന് പറയാറില്ല. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ V2 കണ്ടുപിടിക്കുന്ന രീതി മനസ്സിലായല്ലോ. എസ്സിൽ അവസാനിക്കാത്തതും INGയിലേക്ക് മാറ്റാൻ പറ്റാത്തതും. ഈ ഇരിക്കുന്ന 2 എണ്ണത്തിൽ INGയിലേക്ക് മാറ്റാൻ പറ്റാത്തത് ലെഫ്റ്റിനെയാണ്. അങ്ങനെയാണ് നമ്മൾ അതിനെ V2 ആയിട്ട് എടുക്കുന്നത്. എടാ, നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നൊരു കാര്യം, നമ്മൾ ഇതൊക്കെ പഠിക്കുന്നു. നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് നമ്മുടെ ഒരു ഊർജം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ആവശ്യമുണ്ട് എന്നൊക്കെ കാണുന്ന കമൻറ്റുകൾ കാണുമ്പോൾ, ക്ലാസ്സുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കമൻറ്റുകൾ കാണുമ്പോഴാണ്
നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു താല്പര്യം വരുന്നത്. നമ്മളെ പ്രതീക്ഷിച്ച് നമ്മളെ വിശ്വസിച്ച് ഒരു കൂട്ടം കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് കാണുമ്പോഴാണ് നമുക്ക് ഈ ഇല്ലാത്ത ഊർജമുണ്ടായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടി എന്ത് ചെയ്യണം, കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ ഇതേപോലെ ക്ലാസ്സുകൾ വേണം, ഓരോ ടോപ്പിക്കിനെ ഫുൾ ക്ലാസ്സുകൾ വേണമെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇറ്റ് ഈസ് ടൈം വി ഡാഷ് ദ വർക്ക്. കേരള PSC ഭാഗത്ത് ചോദിച്ചിട്ടുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. അതിൽ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക. ഇറ്റ് ഈസ് ടൈം, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെന്റൻസിൽ ഇറ്റ് ഈസ് ടൈം എന്നോ ഇറ്റ് ഈസ് ഹൈ ടൈം എന്നോ ഇറ്റ് ഈസ് എബൌട്ട് ടൈം എന്നൊക്കെ കാണുമ്പോൾ രണ്ടുത്തരം വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് V2 ആണ്. രണ്ടാമത്തവനെ നിങ്ങൾക്കറിയാം, ഈ V2വിന്റെ പകരക്കാരനാണ് was were plus V3. നോക്കണം, ഓപ്ഷനിൽ വാസ് വെയർ പ്ലസ് V3 ഉണ്ടോ? 4 ഓപ്ഷൻ ഒന്ന് പരിശോധിച്ചാൽ മതി. വാസ് വെയർ പ്ലസ് V3 ഉണ്ടോ? ഇല്ല. അപ്പോഴും അറിയാലോ, ഉത്തരം എന്ന് പറയുന്നത് V2 ആയിരിക്കും. ഇനി അറിയാം V2വിനെ എങ്ങനെ കണ്ടെത്തും. V2വിനെ കണ്ടെത്താൻ എളുപ്പമല്ലേ? ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്തതാരെന്ന് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ അറിയാം, 2 ഓപ്ഷനുകളിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്. ബിയിലും ഉണ്ട്, സിയിലും ഉണ്ട്. ഇതല്ല ഉത്തരം എന്നുറപ്പിക്കാം. ബി അല്ല, സി അല്ല. ഇനി ബാക്കി 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നോക്കിയേ, ഇത് രണ്ടും എസ്സിൽ അവസാനിച്ചിട്ടുമില്ല. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണം. INGയിലേക്ക് മാറ്റാൻ പറ്റാത്തതാരെന്ന് നോക്കണം. പറ്റാത്തതാണ് V2 എന്നറിയാം. INGയിലേക്ക് മാറ്റാൻ പറ്റാത്തത് ഓപ്ഷൻ ഡി ആണ്. സ്റ്റാർട്ടിനെ സ്റ്റാർട്ടിങ് ആക്കാം, ING ചേർക്കാൻ പറ്റും. അപ്പോൾ എ അല്ല, ഓപ്ഷൻ ഡി ആണ്. കാരണം സ്റ്റാർട്ടഡിനെ INGയിലേക്ക് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ഉറപ്പിക്കാം, ആൻസർ ഓപ്ഷൻ ഡി ആണ്. സെറ്റല്ലേ? ഇനി ഇവിടെ നമ്മൾ കണ്ട കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഓക്കെ, എല്ലാ സെന്റൻസിലും സബ്ജക്റ്റും വെർബും ഉണ്ട് അല്ലെ? ഈ സെന്റൻസിലും ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് മൈ ഗ്രാൻഡ് ഫാദർ. രണ്ടാമത്തെ സെന്റൻസിലും സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഹിസ് ആൻഡ്. മൂന്നാമത്തെ സെന്റൻസിലും സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഷീ. നാലാമത്തെ സെന്റൻസിലും സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ജോയ് തോമസ്. അടുത്ത സെന്റൻസിലും സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഹി. അടുത്ത സെന്റൻസിലും സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ദേ. 4 സെന്റൻസിലും ദേ സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു, ഡൗട്ടില്ല. അടുത്ത സെന്റൻസിലും സബ്ജക്റ്റ് ഉണ്ടായിരുന്നു വി. കണ്ടല്ലോ, ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് വി ഡാഷ് ദ പ്ലേസ് എന്നാണ്. വി സബ്ജക്റ്റ് ആണ്. അടുത്ത സെന്റൻസ് നോക്കുക, അവിടെയും വി സബ്ജക്റ്റ് ആണ്. അങ്ങനെ നമുക്കറിയാം എല്ലാ സെന്റൻസുകളിലും സബ്ജക്റ്റ് ഉണ്ടാവും, വെർബ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ദ റൂം ഡാഷ് യെസ്റ്റർഡേ. കേരള PSC പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ച സമയത്തും പലരും തെറ്റിച്ച ഒരു ചോദ്യം. ദ റൂം ഡാഷ് യെസ്റ്റർഡേ. നോക്കുക, യെസ്റ്റർഡേ എന്ന കീവേഡ് കാണുന്നു. യെസ്റ്റർഡേ എന്ന കീവേഡ് കാണുന്നു. അറിയാം നിങ്ങൾക്ക്, യെസ്റ്റർഡേ എന്ന കീവേഡ് കാണുമ്പോൾ 2 ഉത്തരത്തിനുള്ള സാധ്യത. ഒന്ന് V2, 2 വാസ് വെയർ പ്ലസ് V3. നോക്കുക, ഇതിൽ ആരൊക്കെ ഇവിടെ ഉണ്ട് നോക്കുമ്പോൾ അറിയാം. V2 ഉണ്ട്, അത് ക്ലീൻഡ് ആണ്, നിങ്ങൾക്ക് ഡൗട്ട് കാണില്ല. ഓക്കെ, 2 വാസ് വെയർ പ്ലസ് V3, അതുമുണ്ട്, വാസ് ക്ലീൻഡ്. ഇത്രയും നേരം നമ്മൾ ചെയ്ത ചോദ്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ V2 ഉണ്ടായിരുന്നുള്ളൂ, വാസ് വെയർ പ്ലസ് V3 ഒരിടത്തും വന്നില്ല. പക്ഷെ ഈ ചോദ്യത്തിലേക്ക് വന്നപ്പോൾ V2 ഉണ്ട്, വാസ് വെയർ പ്ലസ് V3 ഉണ്ട്. എങ്ങനെ ഉത്തരത്തിലെത്തും? ദേ ഇത്ര മാത്രം. സെന്റൻസിലെ സബ്ജക്റ്റ് ഒന്ന് നോക്കുക. ആരാ? റൂം. സബ്ജക്റ്റ് റൂമാണ്. സെന്റൻസിൽ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തി നോക്കുക, ക്ലീൻ എന്നുള്ളതാണ്, വൃത്തിയാക്കുക. ഈ പ്രവൃത്തി ചെയ്തത് സബ്ജക്റ്റ് ആണോ നോക്കുക. എടാ നോക്കണം, ഈ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തി വൃത്തിയാക്കുക എന്നുള്ള പ്രവൃത്തിയെ കുറിച്ചല്ലേ പറയുന്നത്. ഈ പ്രവൃത്തി ചെയ്തത് സെന്റൻസിലെ സബ്ജക്റ്റ് ആണോ? നോക്കുമ്പോൾ അറിയാം, അല്ല. റൂം വൃത്തിയാക്കിയത് വേറെ ആരോ ആണ്. അപ്പോൾ മനസ്സിലാക്കണം, ഒരു പറയുന്ന പോയിന്റ് ശ്രദ്ധാപൂർവം കേൾക്കുക. ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് അല്ല പ്രവൃത്തി ചെയ്തതെങ്കിൽ, ഇവിടുത്തെ സബ്ജക്റ്റ് ദ റൂമാണ്,
ആ സബ്ജക്റ്റ് അല്ല ഇവിടുത്തെ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്, രണ്ടും രണ്ടാണ്. സബ്ജക്റ്റ് വേറെ, പ്രവൃത്തി ചെയ്ത ആള് വേറെ. ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ ഏത് സെന്റൻസിൽ കണ്ടാലും V2 പകരം വാസ് വേർ പ്ലസ് V3 ഉപയോഗിക്കണം. എടാ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് അല്ല പ്രവൃത്തി ചെയ്തത് എന്ന് വെച്ചാൽ ഇത്രയും ഓർത്താൽ മതി. സബ്ജക്റ്റ് വേറെ, പ്രവൃത്തി ചെയ്ത ആള് വേറെ. ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടാൽ അവിടെ V2 ഉപയോഗിക്കരുത്. V2 പകരം എന്തുപയോഗിക്കണം? വാസ് വേർ പ്ലസ് V3. അങ്ങനെ നമുക്കിവിടെ ആൻസർ ഓപ്ഷൻ സി കിട്ടും. മക്കളെ മനസ്സിലായി കാണും. ഈ ഒരു സെന്റൻസ് ഒന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു, നോക്കുക. ഇതൊന്ന് ആവർത്തിച്ച് വായിക്കുക. ഒരു സെന്റൻസിലെ സബ്ജക്റ്റും പ്രവൃത്തി ചെയ്ത വ്യക്തിയും വ്യത്യസ്തമായി വരുന്ന സന്ദർഭത്തിൽ, ഇപ്പൊ കണ്ട ചോദ്യത്തിൽ അങ്ങനെയാണ്, സബ്ജക്റ്റ് വേറെ, പ്രവൃത്തി ചെയ്ത ആള് വേറെ. ഇങ്ങനെ ഒരു സെന്റൻസ് നിങ്ങൾ കണ്ടാൽ, ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് വേറെ, പ്രവൃത്തി ചെയ്ത ആള് വേറെ. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഒരു സെന്റൻസ് കണ്ടാൽ V2 പകരം വാസ് വേർ പ്ലസ് V3 ഉപയോഗിക്കണം. ഇതാണ്, ഈ റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. ഇതിനെ പാസീവ് വോയിസ് എന്ന് പറയും. ഈ റൂള് പാസീവ് വോയിസ് എന്ന് പറയും. ഇപ്പം നിങ്ങളത് ഓർക്കണ്ട, നിങ്ങൾ ഇവിടെ ഇത് മനസ്സിലാക്കുക. ഈ സെന്റൻസിലെ സബ്ജക്റ്റ് റൂം എന്നുള്ളത്, പ്രവൃത്തി ചെയ്തത് വേറൊരാള്, സബ്ജക്റ്റ് വേറെ, പ്രവൃത്തി ചെയ്ത ആള് വേറെ. V2 ഉപയോഗിക്കരുത്, പകരം എന്തുപയോഗിക്കണം? വാസ് വേർ പ്ലസ് V3. അടുത്തൊരു ചോദ്യം കൂടി നോക്കുക. ഈ ചോദ്യം കൂടി ചെയ്ത് നമ്മളിത് അവസാനിപ്പിക്കും. മഹാത്മാഗാന്ധി ഡാഷ് ഇൻ 1948. നോക്കുക, ഒരു സെന്റൻസിന്റെ അവസാനം നമ്മളിതാ ആ കീവേഡ് കണ്ടെത്തുന്നു, ഇൻ 1948. ഇൻ കഴിഞ്ഞു പോയൊരു വർഷം. ഇങ്ങനെ ഒരു സെന്റൻസ് നിങ്ങൾ കണ്ടാൽ, ഇൻ കഴിഞ്ഞു പോയൊരു വർഷം നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കണം രണ്ടുത്തരത്തിനുള്ള സാധ്യത. ഒന്ന് V2, അടുത്തവൻ വാസ് വേർ പ്ലസ് V3. അപ്പോ ഇവിടെ ഓപ്ഷനിൽ നോക്കുക, ഇതിൽ ആരുണ്ട്? നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, 2 പേരുണ്ട്. V2 ഉണ്ട്, വാസ് വേർ പ്ലസ് V3 ഉണ്ട്. V2 ഉണ്ട്, വാസ് വേർ പ്ലസ് V3 ഉണ്ട്. എങ്ങനെ തിരിച്ചറിയും? ഒറ്റ കാര്യം മാത്രം നോക്കണം, വാസ് വേർ പ്ലസ് V3 നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇവിടുത്തെ സബ്ജക്റ്റ് നോക്കുക, മഹാത്മാഗാന്ധി. പ്രവൃത്തി കിൽഡ് എന്നുള്ളതാണ്. ഈ പ്രവൃത്തി ചെയ്തത് ഗാന്ധിജിയാണോ? അല്ല. സബ്ജക്റ്റ് വേറെ, പ്രവൃത്തി ചെയ്ത ആള് വേറെ. ഓക്കെ, ഇത്തരം സന്ദർഭത്തിൽ സബ്ജക്റ്റ് വേറെ, പ്രവൃത്തി ചെയ്ത ആള് വേറെ. ഇത്തരം സന്ദർഭങ്ങളിൽ V2 ഉപയോഗിക്കരുത്. ആ V2 പകരക്കാരനായി വാസ് വേർ പ്ലസ് V3 ഉപയോഗിക്കണം. അങ്ങനെ കിട്ടും ആൻസർ വാസ് കിൽഡ്. അപ്പോ PSC മത്സര പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ടെൻസ് എന്ന ടോപ്പിക്കിലെ ഒരു ഏരിയ, സിമ്പിൾ പാസ്റ്റ് അഥവാ V2, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നന്നായി പഠിച്ചെടുക്കുക, നന്നായി മനസ്സിലാക്കുക. ഈ ലാസ്റ്റ് പറഞ്ഞ 2 സെന്റൻസുകൾ മനസ്സിലോർത്ത് വച്ചേക്കുക. ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് വേറെ, പ്രവൃത്തി ചെയ്ത ആള് വേറെ. ഇത്തരം സന്ദർഭങ്ങളിലാണ് V2 പകരം എന്ത് യൂസ് ചെയ്യുന്നത്? വാസ് വേർ പ്ലസ് V3. അപ്പോൾ ഓപ്ഷനിൽ V2 ഉണ്ട്, വാസ് വേർ പ്ലസ് V3 ഉണ്ട്. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? ഈ റൂൾ അപ്ലൈ ചെയ്ത് വേണം കൃത്യമായി ഉത്തരത്തിലെത്താൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.